ഹലോ, നമസ്കാരം. നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മിയോസിസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റാണ്. അപ്പോൾ മിയോസിസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ മിയോസിസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കും എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് മിയോസിസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് മിയോസിസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആശയം തന്നെയാണ് മിയോസിസ്. പക്ഷേ നിങ്ങൾക്കറിയാത്ത ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് മിയോസിസ്? മൈറ്റോസിസ് നമ്മൾ കണ്ടു. നമ്മുടെ ഡിപ്ലോയിഡ് നേച്ചറിനെ തന്നെ വീണ്ടും വീണ്ടും കൺസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു ഡിവിഷനെയാണ് നമ്മൾ മൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. അതേസമയം മിയോസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വാസ്തവത്തിൽ മിയോസിസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ടു ഹാപ്ലോയിഡിലേക്കുള്ള മാറ്റം. ഡിപ്ലോയിഡ് ടു ഹാപ്ലോയിഡിലേക്കുള്ള മാറ്റം. അപ്പോൾ ഈ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആശയം തന്നെ. അപ്പോൾ ഡിപ്ലോയിഡ് ടു ഹാപ്ലോയിഡിലേക്കുള്ള മാറ്റം, അല്ലെങ്കിൽ 2N നിന്നും N മാറ്റം. ഇതിനെയാണ് ഈ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ നമുക്ക് മിയോസിസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ മിയോസിസിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മിയോസിസ് എന്ന് പറയുമ്പോൾ അത് 2 റൗണ്ടായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ മിയോസിസ് എന്ന് പറയുന്നത് പ്രധാനമായും 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മിയോസിസ് നടക്കുന്നത്. അപ്പോൾ 2 തരത്തിൽ അല്ലെങ്കിൽ 2 സൈക്കിളായിട്ടാണ് നമ്മുടെ മിയോസിസ് എന്ന് പറയുന്നത് നടക്കുന്നത്. മിയോസിസ് നടക്കുന്നത് എവിടെയാണ് എന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ ഗ്യാമേറ്റ്സിലാണ്, അല്ലെങ്കിൽ നമ്മുടെ സെക്സ് സെൽസിലാണ് മിയോസിസ് നടക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ അത് ഭാവിയിൽ മറ്റൊരു സെക്സ് സെല്ലുമായി ഫ്യൂസ് ചെയ്യുമ്പോൾ അത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 റൗണ്ട് മിയോസിസ് നടക്കുന്നു. മിയോസിസ് 1 മിയോസിസ് 2. ഇങ്ങനെ 2 തരത്തിൽ ആണ് നമ്മുടെ മിയോസിസ് നടക്കുന്നത്, അല്ലെങ്കിൽ 2 സൈക്കിളായിട്ടാണ് നമ്മുടെ മിയോസിസ് നടക്കുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്? മൈറ്റോസിസ് നമുക്കറിയാം അല്ലെ. മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രോമാറ്റിഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രോമോസോം റെപ്ലിക്കേറ്റ് ചെയ്ത് കാണപ്പെടുന്ന സംഗതിയാണ് നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അവിടെ എന്താ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ആനാഫേസ് എത്തുമ്പോഴത്തേക്ക് സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ മിയോസിസിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓൾറെഡി നമ്മുടെ മിയോസിസിന്റെ അല്ലെങ്കിൽ നമ്മുടെ സിന്തസിസ് ഫേസിൽ നമ്മുടെ ക്രോമോസോം സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ക്രോമോസോം ഇപ്പോൾ എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. നമ്മുടെ ക്രോമോസോം ഇങ്ങനെ കാണപ്പെടുകയാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരെണ്ണം നമ്മുടെ പെറ്റേണൽ ക്രോമോസോമും രണ്ടാമത് കാണുന്നതാണ് നമ്മുടെ മെറ്റേണൽ ക്രോമോസോം. 1 അച്ഛനിൽ നിന്നുള്ളതും 2 അമ്മയിൽ നിന്നുള്ളതും. ഇങ്ങനെ 2 ക്രോമോസോംസ്, ഹോമോലോഗസ് ക്രോമോസോംസ് ഉണ്ട് എന്നറിയാമല്ലോ. ഈ 2 നമ്മൾ ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മൈറ്റോസിസിലാണ് എങ്കിൽ നമ്മുടെ ആനാഫേസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവന്മാരുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോണേ. ഇങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മൈറ്റോസിസിൽ ആണ് എങ്കിൽ ആനാഫേസിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരുടെ അറേഞ്ച്മെന്റ് ഇതുപോലെ ആയിരിക്കും, താഴെയായിരിക്കും. അപ്പോൾ നമ്മുടെ സ്പിൻഡിൽ എന്ന് പറയുന്നത് ഇവിടുന്നുണ്ട്, സ്പിൻഡിൽസ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നോക്കൂ, മെറ്റേണലും പെറ്റേണലും ഈ 2 ക്രോമോസോംസും അവരുടെ അറേഞ്ച്മെന്റ് താഴെയായിരിക്കും. അതേസമയം മിയോസിസിൽ, ഞാൻ ഇപ്പോൾ എഴുതിയത് അല്ലെങ്കിൽ ഇപ്പോൾ വരച്ചത് മൈറ്റോസിസിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. അതേസമയം മിയോസിസിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ഈ പടം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇതിനു മുൻപ് ഏറ്റവും മുകളിൽ വരച്ചത് പെറ്റേണലും മെറ്റേണലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അധികം ആളുകൾക്ക് ഒരു ഐഡിയ ഉള്ളതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്കറിയാം ഇത് മിയോസിസ് എന്താണെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ അത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അറേഞ്ച്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. മൈറ്റോസിസിൽ ക്രോമോസോംസ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിന് മുൻപ്
മെറ്റേണലും പെറ്റേണൽ ക്രോമോസോംസ് എന്ന് പറയുന്നത് താഴെയായിരിക്കും ഉള്ളത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്ന പരിപാടി ഈ ഒരു രീതിയിലായിരിക്കും നടക്കുന്നത്. കുറച്ച് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കുറച്ച് ഇങ്ങോട്ട് പോകും, അടുത്ത സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കുറച്ച് ഇങ്ങോട്ടേക്ക് പോകും. പക്ഷേ നിങ്ങൾ നമ്മുടെ മിയോസിസിൽ വരുമ്പോൾ പെറ്റേണൽ ക്രോമോസോം ഒരു വശത്തും മെറ്റേണൽ ക്രോമോസോം ഒരു വശത്തും, ഇവിടുന്നാണ് നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് വരുന്നത്, ഇരുവശങ്ങളിൽ നിന്നും. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ അലൈൻമെന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മൈറ്റോസിസിന്റെയും മിയോസിസിന്റെയും അലൈൻമെന്റ് നിങ്ങളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. ആദ്യം നമ്മുടെ പെറ്റേണൽ എന്ന് പറയുന്ന മൈറ്റോസിസിൽ താഴെയായിരുന്നു. അതേസമയം മിയോസിസിലാണെങ്കിലോ പെറ്റേണൽ ഒരു സൈഡിൽ മെറ്റേണൽ ഒരു സൈഡ്. അപ്പോൾ വാസ്തവത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആനാഫേസിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? പെറ്റേണൽ ക്രോമോസോം ഒരു വശത്തേക്ക് പോകുന്നു, മെറ്റേണൽ ക്രോമോസോം മറ്റൊരു വശത്തേക്ക് പോകുന്നു. മൈറ്റോസിസിലായിരുന്നെങ്കിലോ, മൈറ്റോസിസിൽ എന്തായിരുന്നു നടന്നത്? പെറ്റേണലിന്റെ ഒരെണ്ണം ഒരു വശത്തും മെറ്റേണലിന്റെ ഒരെണ്ണം മറുവശത്തേക്കും പോകും, അല്ലെങ്കിൽ അതേ വശത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ നോക്കൂ, മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ഇവിടെ ഒരു സെല്ലിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പൊ മൈറ്റോസിസ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. മിയോസിസ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? പെറ്റേണൽ ഒരു സെല്ലിലേക്കും പോകുന്നു, മെറ്റേണൽ വേറൊരു സെല്ലിലേക്കും പോകുന്നു. അപ്പോൾ നമുക്ക് തോന്നും, അയ്യോ എന്നാ പിന്നെ ഇപ്പൊ ഇവിടെ എന്താ ഇത്ര വലിയ ഒരു പ്രത്യേകത? ഇവിടെ ഈ പെറ്റേണലും മെറ്റേണലും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അവിടെ ഒരു ആവശ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇതിന്റെ ഇടയിൽ നമുക്ക് ചില പരിപാടികൾ നടക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മുടെ കയാസ്മേറ്റ ഫോർമേഷൻ, ക്രോസിംഗ് ഓവർ, സിനാപ്സിസ് എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് നടത്തിയിട്ടാണ് അമ്മ ഒരു വശത്തേക്ക് അച്ഛൻ ഒരു വശത്തേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മുടെ മൈറ്റോസിസ് മിയോസിസ് എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലൈൻമെന്റിൽ ഈ വ്യത്യാസമുണ്ട്. നേരത്തെ മൈറ്റോസിസിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് വശങ്ങളിലേക്ക് പോകുന്നത്, മിയോസിസിലും അതുണ്ട്. പക്ഷേ മിയോസിസിലെ ആദ്യത്തെ ഘട്ടത്തിൽ പെറ്റേണൽ ക്രോമോസോം ഒരു വശത്തേക്ക്, മെറ്റേണൽ ക്രോമോസോം ഒരു വശത്തേക്കും പോകും. അതിന് തൊട്ട് മുൻപായിട്ട് അവിടെ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നു. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അലൈൻമെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഈ മിയോസിസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ മിയോസിസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ അലൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ മിയോസിസ് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട റൗണ്ടുകളായിട്ടാണ് നടക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട റൗണ്ടുകൾ. ആ റൗണ്ട് എങ്ങനെയാണ് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് ആ റൗണ്ടുകൾ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഏറ്റവും ആദ്യത്തെ റൗണ്ടിൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മുടെ ക്രോമോസോംസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇന്റർഫേസിലെ എസ് ഫേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എസ് സ്റ്റേജ് എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മുടെ ക്രോമോസോംസ് എന്ത് ചെയ്യുന്നു? വാസ്തവത്തിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു സംഗതി തന്നെയാണ്. ഇനി നിങ്ങളവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ മിയോസിസ് 1-ൽ എന്താണ് സംഭവിക്കുന്നത്? മിയോസിസ് 1-ൽ എന്താണ് സംഭവിക്കുന്നത്? മിയോസിസ് 1-ലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പെറ്റേണൽ മെറ്റേണൽ എന്ന് പറയുന്നത് ഇരുവശങ്ങളിലേക്കും പോകുന്ന പ്രവണത ഉണ്ടാകുന്നത്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്താണ് അവിടെ സംഭവിക്കുന്നത്? മിയോസിസ് 1 കഴിയുമ്പോൾ നമ്മുടെ മെറ്റേണൽ ഒരു വശത്തേക്ക്, നമ്മുടെ പെറ്റേണൽ സൈഡ് അല്ലെങ്കിൽ പെറ്റേണൽ ക്രോമോസോം മറുവശത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവരുടെ സെഗ്രഗേഷൻ ആണ് നമ്മുടെ മിയോസിസ് 1-ൽ നടക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് സെഗ്രഗേറ്റ് ചെയ്യുമ്പോൾ ക്രോസിംഗ് ഓവറിന്റെ ഫലമായി ഇവരുടെ അകത്ത് തന്നെ ചെറിയ ചെറിയ പീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ആശാന്മാര് രണ്ട് വശത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ നമ്മുടെ മിയോസിസ് 1-ൽ നടക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മിയോസിസ് 1-ൽ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു സെല്ലിൽ നിന്ന് ഇപ്പൊ എത്ര സെല്ലാണ് ഉണ്ടായത്? 2 സെല്ലുകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മുടെ മിയോസിസ് 2-ൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മിയോസിസ് 2-ൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ നോക്കൂ, ഇപ്പൊ 2 സെല്ലുകളാണുള്ളത്. ഒരു സെല്ല് ദേ ഇങ്ങനെ നിപ്പുണ്ട്, ഒരു സെല്ല് ദേ ഇങ്ങനെ നിപ്പുണ്ട്, അല്ലെങ്കിൽ ആ സെല്ലിന്റെ ക്രോമോസോംസ് ഇങ്ങനെ നിപ്പുണ്ട്. അടുത്ത സെല്ല് അടുത്തുണ്ട്. അപ്പൊ നോക്കൂ, ഇത് ഓൾറെഡി നമ്മുടെ ക്രോസിംഗ് ഓവർ ഒക്കെ കഴിഞ്ഞ ഒരു പീസുമായിട്ടിരിക്കുന്ന ഒരാളാണ്. അടുത്ത സെല്ല് ദേ ഇവിടെ നിപ്പുണ്ട്, അടുത്ത സെല്ലും ആ ക്രോമോസോമും ഇപ്പോൾ ഇവിടെ നിപ്പുണ്ട്.
ഇവന്റെ ദേഹത്തും അടുത്തിരിക്കുന്ന ആളുടെ ആ ഒരു പീസ് ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, മിയോസിസ് 2-ൽ നടക്കുന്നത് എന്താണ്? നമ്മുടെ മൈറ്റോസിസ് ചെയ്യുന്ന അതേ പരിപാടി. ഇവിടത്തെ അലൈൻമെന്റ് എന്ന് പറയുന്നത് ഇവൻ ഇതിന്റെ അടിയിൽ വന്ന് നിൽക്കുകയും നടുക്ക് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ അലൈൻമെന്റ് ഞാനൊന്ന് വരയ്ക്കുകയാണ്. ആ അലൈൻമെന്റ് ഒരുത്തന്റെ ഇവിടെ കിടക്കുന്നു, അടുത്ത ആള് ഇവിടെ വന്ന് കിടക്കുന്നു. നോക്കൂ, നമ്മുടെ ആ മിയോസിസിൽ നടന്ന അതേ പരിപാടി, അല്ലെങ്കിൽ നമ്മുടെ മൈറ്റോസിസിൽ നടന്ന അതേ പരിപാടി. അപ്പൊ ഇതാണ് എവിടെ നമ്മുടെ മിയോസിസ് 2-ൽ സംഭവിക്കുന്നത്. ഇനി ഇതിനെ നടുക്കുന്ന് സ്പ്ലിറ്റ് ചെയ്യുകയും നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇതിൽ വന്ന് അറ്റാച്ച് ചെയ്യുകയും അവിടെ എന്ത് സംഭവിക്കുന്നു? ഇവന്മാര് ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇരുവശങ്ങളിലേക്കും പോവുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമുക്ക് 4 സെല്ലുകൾ കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് നമ്മുടെ മിയോസിസ് 2 റൗണ്ടിൽ നടക്കുന്നത്? മിയോസിസ് 2 റൗണ്ടിൽ നടക്കുന്നതിന്റെ ഒരു പ്രത്യേകത, ഒന്നാമത്തെ റൗണ്ടിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ല സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ഒന്നാമത്തെ റൗണ്ടിൽ മെറ്റേണൽ ഒരു വശത്തേക്ക്, പെറ്റേണൽ ഒരു വശത്തേക്ക്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നു. അടുത്ത റൗണ്ട് ഓഫ് മിയോസിസിലാണ് നമ്മുടെ മൈറ്റോസിസിന്റെ അതേ സംഗതി തന്നെയാണ് അവിടെ നടക്കുന്നത്. ഈ പറയുന്ന ഈ ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? താഴെ അറേഞ്ച് ചെയ്തിട്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും അല്ലെ? ആ ഒരു ക്രോമസോമിന്റെ റെപ്ലിക്കയാണ് നമ്മൾ സിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഹോമോലോഗസ് ക്രോമസോംസ് അല്ല. ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മെറ്റേണൽ ഒന്ന് പെറ്റേണൽ, അതിനെയാണല്ലോ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്രോമസോമിന്റെ റെപ്ലിക്ക, അതിനെയാണ് സിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കാരണം അതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കൂ, ഇങ്ങനെയാണ് നമ്മുടെ മിയോസിസ് നടക്കുന്നത്. അപ്പൊ മൈറ്റോസിസ് ആണെങ്കിൽ ഈ മിയോസിസ് 2-ൽ നടക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മിയോസിസിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യം ഹൊറിസോണ്ടൽ അലൈൻമെന്റ് സംഭവിക്കുന്നു, മെറ്റേണൽ ഒരു വശത്തേക്ക്, പെറ്റേണൽ ഒരു വശത്തേക്ക്. രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോഴത്തേക്കുമോ ഈ സ്പ്ലിറ്റ് ചെയ്ത ക്രോമോസോംസ് താഴെ വരുന്നു, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇരുവശങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ മിയോസിസ് എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ മൈറ്റോസിസ് വാസ്തവത്തിൽ ഒരു റൗണ്ട് നടക്കുമ്പോൾ മിയോസിസ് വാസ്തവത്തിൽ 2 റൗണ്ട് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി തന്നെയാണ്. മൈറ്റോസിസിന്റെ ഫലമായിട്ട് നമുക്ക് 2 സെല്ല് കിട്ടുമ്പോൾ മിയോസിസിന്റെ ഫലമായിട്ട് നമുക്ക് 4 സെല്ലുകൾ കിട്ടുന്നു. മൈറ്റോസിസിന്റെ ഫലമായിട്ട് ഡിപ്ലോയിഡ് നേച്ചർ തന്നെ കൺസർവ് ചെയ്യുകയാണ്. മിയോസിസിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ആ ഹാപ്ലോയിഡ് നേച്ചറിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ 2 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും പിന്നീട് അവശേഷിക്കുന്നത് എന്തായിരിക്കും? പിന്നീട് അവശേഷിക്കുന്ന ആ ക്രോമസോം ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇത് 1, ഇത് 2, ഇത് 3, ഇവൻ 4. അപ്പൊ നോക്കൂ, ഇങ്ങനെയായിരിക്കും കാണുന്നത്. അപ്പൊ നോക്കൂ, ഇതാണ് നമ്മുടെ 4 സെല്ലുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം എന്ന ഒരു ധാരണയിലാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കാം, നമുക്ക് അടുത്തത് നമ്മുടെ ഈ മൈറ്റോസിസ് അല്ലെങ്കിൽ ഈ പറയുന്ന മിയോസിസ് ആണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിയോസിസ് എന്ന് പറയുന്ന ഈ സ്റ്റേജിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ് തുടങ്ങിയ സംഗതികളൊക്കെ ഇവിടെയും ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഈ മിയോസിസിലെ പ്രോഫേസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ പ്രോഫേസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മറ്റു കുറച്ച് പേരുകൾ കൂടി പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില സ്റ്റേജസിന്റെ പേര് കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ പേരുകൾ നിങ്ങൾ ഒരു വ്യക്തതയോടുകൂടി ഓർത്തിരിക്കും. അപ്പൊ അതാണ് നമ്മൾ അടുത്തത് കാണുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മുടെ മിയോസിസ് 1 അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ആണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. സെക്കൻഡ് റൗണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, നമ്മുടെ മൈറ്റോസിസിന്റെ അതേ പക്ക സെയിം. പക്ഷെ മിയോസിസ് 1 എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. മിയോസിസ് 1 എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ് ഇത് തന്നെയാണ് ഇവിടെയും ഉള്ളത്, ഒരു സംശയവും വേണ്ട. പക്ഷെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പഠിക്കണം? ഈ പ്രോഫേസ് എന്ന് പറയുന്ന ആശാൻ, പ്രോഫേസ് എന്ന് പറയുന്ന ഈ ഒരു ആശാൻ, ഈ ആൾക്ക് ചില ഡിവിഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വളരെ
വ്യക്തതയോടുകൂടി മനസ്സിലാക്കുക. ഈ പ്രോഫേസ് എന്ന് പറയുന്ന ആ ആൾക്ക് ചില പ്രധാനപ്പെട്ട ഡിവിഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ഡിവിഷൻസ്? പ്രോഫേസിൽ ആദ്യം വരുന്ന ആളാണ് ലെപ്റ്റോട്ടീൻ സ്റ്റേജ്. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ലെപ്റ്റോട്ടീൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രോഫേസിലെ രണ്ടാമത്തേതാണ് സൈഗോട്ടീൻ സ്റ്റേജ്. പ്രോഫേസിലെ രണ്ടാമത്തേതാണ് സൈഗോട്ടീൻ സ്റ്റേജ്. പ്രോഫേസിലെ മൂന്നാമത്തേതാണ് പാക്കിറ്റീൻ സ്റ്റേജ്. പ്രോഫേസിലെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് പാക്കിറ്റീൻ സ്റ്റേജ്. പ്രോഫേസിലെ നാലാമത്തെ സ്റ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നാലാമത്തെ സ്റ്റേജ് ഇതിനെയാണ് ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഡിപ്ലോട്ടീൻ, ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രോഫേസിലെ അഞ്ചാമത്തെ സ്റ്റേജ് ആണ് ഡയാകൈനസിസ്. ഡയാകൈനസിസ്. അപ്പൊ നോക്കൂ, ഈ 5 സ്റ്റേജുകൾ എന്താണ് എന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ 5 സ്റ്റേജുകൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ആനാഫേസ്, മെറ്റാഫേസ്, ടീലോഫേസ് ഒക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇവിടെ വ്യത്യാസം വരുന്നത് മിയോസിസ് 1 എന്ന് പറയുന്ന റൗണ്ടിൽ അതിന്റെ പ്രോഫേസിനെ നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ മിയോസിസ് 2ന്റെ പ്രോഫേസ് ഒക്കെ സെയിം തന്നെ, ഇതുപോലത്തെ അല്ല, നമ്മുടെ മൈറ്റോസിസുമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള സംഗതി തന്നെയാണ്. മിയോസിസ് 1 മാത്രം ഇവിടെ ഈ ക്രോസിംഗ് ഓവർ നടക്കുന്ന ഒരു പരിപാടി മിയോസിസ് 1 നടക്കുന്നത് കൊണ്ടാണ് അതിന്റെ പ്രോഫേസിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മിയോസിസ് 1 പ്രോഫേസിനെ നമുക്ക് പ്രോഫേസ് 1 എന്നും വിളിക്കാം, തെറ്റൊന്നുമില്ല അല്ലേ? മിയോസിസ് 1 പ്രോഫേസിനെ നമുക്ക് പ്രോഫേസ് 1 എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അടുത്ത റൗണ്ടിന്റെ പ്രോഫേസിനെ പ്രോഫേസ് 2 എന്ന് വിളിക്കും. അപ്പോൾ ഈ 5 ഡിവിഷൻസ് പ്രോഫേസ് 1 പ്രോഫേസ് 2 എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയുക ഇത് പ്രോഫേസ് 1 തന്നെയാണ് എന്നുള്ളത്. കാരണം ഫസ്റ്റ് റൗണ്ടിലുള്ള ഈ പ്രശ്നങ്ങൾ, ഫസ്റ്റ് റൗണ്ടിലുള്ള ഈ വ്യത്യാസം, സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് മൈറ്റോസിസും മിയോസിസും സെയിം തന്നെ. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഈ സ്റ്റേജസ് എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഈ സ്റ്റേജസിനകത്ത് വരുന്നത് വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഈ ക്രോമോസോംസ്, മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമോസോംസ് അടുത്ത് വന്ന് പെയർ ചെയ്യുന്നു, സിനാപ്സിസ് ഫോം ചെയ്യുന്നു. അവിടെ ഒരു സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നു. ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷം അവിടെ ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്നു. ക്രോസിംഗ് ഓവർ നടക്കുന്നതിന് ശേഷം അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു, നമ്മുടെ DNA എക്സ്ചേഞ്ച്. അവിടെ കയാസ്മേറ്റ ഫോമേഷൻ നടക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ആ എക്സ്ചേഞ്ച് ചെയ്ത ഈ പറയുന്ന 2 ആളുകൾ നേരെ നമ്മുടെ ആനാഫേസ് ഒക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ചില സംഗതികൾ തന്നെയാണ്. അപ്പോൾ ഈ പ്രോഫേസിനെ 5 ഘട്ടങ്ങളായിട്ട് വയ്ക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 5 ഘടകങ്ങൾ തന്നെയാണ് ഈ 5 സ്റ്റേജസ് വരുന്നത്. സിമ്പിളാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട നമ്മുടെ പ്രോഫേസ് 1 ഈ 5 പ്രധാനപ്പെട്ട സ്റ്റേജസിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യത്തെ ആ സ്റ്റേജ് എന്തായിരിക്കും? ഏറ്റവും ആദ്യത്തെ പ്രോഫേസ് 1 ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടീൻ അല്ലെ? ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു? ഒരു പോയിന്റ് നമുക്കറിയാം. എന്താണ് ആ പോയിന്റ്? ഒരു പോയിന്റ് എന്ന് പറയുന്നത് DNA കണ്ടൻസ്ഡ് ആകുന്നു. നമുക്കറിഞ്ഞൂടെ? പ്രോഫേസിലെ സ്റ്റേജ് അല്ലേ ഇത്? നമ്മുടെ പ്രോഫേസ് എന്ന് പറയുന്ന ഘട്ടത്തിലെ 5 സ്റ്റേജുകളാണ്. പ്രോഫേസിൽ സാധാരണ എന്താ സംഭവിക്കുന്നത്? DNA ഗെറ്റ്സ് കണ്ടൻസ്ഡ്. അത് തന്നെയാണ് ഈ പ്രോഫേസിലെ ആദ്യത്തെ സ്റ്റേജായ ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ നിന്ന് സംഭവിക്കുന്നത്. DNA ഗെറ്റ്സ് കണ്ടൻസ്ഡ്. അപ്പൊ DNA ഗെറ്റ്സ് കണ്ടൻസ്ഡ്. അപ്പൊ DNA കണ്ടൻസ്ഡ് ആയിട്ട് മാറുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ DNA ഇവിടെ ഏകദേശം അടുത്തടുത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ലെപ്റ്റോട്ടീൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ DNA വാസ്തവത്തിൽ DNA എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ഹോമോലോഗസ് ക്രോമോസോംസ് ആണ്, മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമോസോംസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ കണ്ടൻസ്ഡ് ആയി കഴിഞ്ഞു, ഇവിടെ പെയറിങ് സംഭവിച്ചു കഴിഞ്ഞു, പെയറിങ് സംഭവിച്ചു കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജനറ്റിക് റീകോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. റീകോമ്പിനേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ, ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ DNA കണ്ടൻസ്ഡ് ആയി, മെറ്റേണലും പെറ്റേണലും ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമോസോംസ് ഇപ്പോൾ പെയറിങ് നടന്നു കഴിഞ്ഞു. ചെറിയ തോതിൽ
നമ്മുടെ ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഗതിയാണ് ഈ സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്തായിരുന്നു? രണ്ടാമത്തെ സ്റ്റേജിനെ ആയിരുന്നു നമ്മൾ സൈഗോട്ടീൻ സ്റ്റേജ് എന്ന് വിളിച്ചിരുന്നത്. രണ്ടാമത്തെ സ്റ്റേജിനെയാണ് നമ്മൾ സൈഗോട്ടീൻ സ്റ്റേജ് എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ സൈഗോട്ടീൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണേണ്ടത്? ഈ സൈഗോട്ടീൻ സ്റ്റേജിലാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഫോം ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ എന്താണ് ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്? സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമോസോംസ് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ചില സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമോസോംസ് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റിനെയാണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സൈഗോട്ടീൻ സ്റ്റേജിലാണ്. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താണ്? സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്തതിനു ശേഷമാണ് റീകോമ്പിനേഷൻ തുടങ്ങുന്നത് എന്നല്ലേ? എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. റീകോമ്പിനേഷൻ വാസ്തവത്തിൽ ചെറിയ തോതിൽ ഓൾറെഡി നമ്മുടെ ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ തുടങ്ങി കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മുടെ സൈഗോട്ടീൻ സ്റ്റേജിന്റെ അതിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമ്മുടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന റീകോമ്പിനേഷൻ ഇവിടെ തുടരുകയാണ്. നേരത്തെ ഓൾറെഡി ചെറിയ തോതിൽ തുടർന്നു, അപ്പോഴത്തേക്ക് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് വന്ന് ഫോം ചെയ്യുന്നു, പിന്നീട് അത് നല്ല രീതിയിൽ നടക്കുന്നു. അപ്പോൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. എന്താണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്? ഇപ്പോ നമ്മുടെ ക്രോമോസോംസ് ഇങ്ങനെ കിടക്കുകയാണെന്നിരിക്കട്ടെ. നമ്മുടെ ക്രോമോസോംസ് ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊരു ക്രോമോസോം, മെറ്റേണൽ ക്രോമോസോം. അടുത്തത് നമ്മുടെ പെറ്റേണൽ ക്രോമോസോം വരയ്ക്കുകയാണ് ഞാൻ. പെറ്റേണൽ ക്രോമോസോം ഞാനിവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പൊ ഈ ക്രോമോസോംസിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ക്രോമോസോംസിന്റെ ഇടയിൽ ഒരു ചെറിയ കണക്ഷൻ ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രോട്ടീൻ മെഷീനറിയാണ്. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ല, ഇത് ഹോമോലോഗസ് ക്രോമോസോം ആണ്. മെറ്റേണലും പെറ്റേണലും ആണെന്ന് അറിയാമല്ലോ. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സിസ്റ്റർ, അവന്റെ സിസ്റ്ററാണ് ഇത്. അടുത്ത ഒരു ആളാണ് ഇത്, അതിന്റെ സിസ്റ്ററാണ് ഇത്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം. ഇത് സിസ്റ്റേഴ്സ്, ഫസ്റ്റ് സെറ്റ് ഓഫ് സിസ്റ്റേഴ്സ്, ഇത് സെക്കൻഡ് സെറ്റ് ഓഫ് സിസ്റ്റേഴ്സ്. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ സിസ്റ്റേഴ്സ് തമ്മിലല്ല, സിസ്റ്റേഴ്സ് തമ്മിൽ വേറെ ഒരാൾ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ ഒരു ആള് നമ്മുടെ സിസ്റ്റേഴ്സ് തമ്മിൽ അവിടെ ഇരിപ്പുണ്ട്. ആരായിരുന്നു? അത് നമ്മുടെ കൊഹസിൻ എന്ന് പറയുന്ന ആൾ സിസ്റ്റേഴ്സിന്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അവനെ പിടിച്ചു വെച്ചിട്ടുള്ള കൊഹസിൻ എന്ന് പറയുന്ന ആൾ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ ഉള്ള ആ പ്രധാനപ്പെട്ട അറ്റാച്ച്മെന്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീൻ മെഷീനറിയാണ് നമ്മൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു കണക്ഷനെ നമ്മൾ ട്രാൻസ്വേഴ്സ് ഫിലമെന്റ്സ് എന്നാണ് സാധാരണ വിളിക്കുന്നത്. ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെ, അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂൾസിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് ഫിലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്വേഴ്സ് ഫിലമെന്റ്സ്. അപ്പൊ എന്താണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഹോമോലോഗസ്, മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ആയിട്ടുള്ള ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ അടുത്തടുത്ത് കൊണ്ടുവരുന്ന ഒരു പ്രോട്ടീൻ മെഷീനറിയാണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഇത് ഏകദേശം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു 100 നാനോമീറ്റർ വരെയാക്കി നമ്മുടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ചുരുക്കും. നേരത്തെ ഇത് നല്ല ഏകദേശം ഒരു 400 നാനോമീറ്റർ ദൂരത്തിൽ ആയിരുന്നു ഇവർ രണ്ടുപേരും കിടന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിനെന്ത് സംഭവിച്ചു? ഇപ്പോൾ അതിനെ ഏകദേശം 100 നാനോമീറ്റർ വരെ അടുപ്പിച്ചു വച്ചിരിക്കുകയാണ്. ആര്? നമ്മുടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. അപ്പൊ ഇവിടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെയും നമ്മുടെ ആ റീകോമ്പിനേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ ഇവിടെയും നടക്കുന്നുണ്ട്. റീകോമ്പിനേഷൻ വാസ്തവത്തിൽ ഇവിടെയും നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ റീകോമ്പിനേഷൻ നേരത്തെ ലെപ്റ്റോട്ടീൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സൈഗോട്ടീൻ സ്റ്റേജ് ആയപ്പോഴാണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ
ഈ ജനറ്റിക് റീകോമ്പിനേഷൻ നോർമലി കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ കോംപ്ലക്സ് ഫോം ചെയ്തതിനു ശേഷം അല്ല വാസ്തവത്തിൽ നമ്മുടെ ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാകുന്നത്. അത് അതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ ലെപ്റ്റോട്ടീൻ സ്റ്റേജ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, സൈഗോട്ടീൻ സ്റ്റേജ് ആണ് രണ്ടാമത്തത്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ലേസി എന്ന് ഓർത്താൽ മതി. ലേസി, ലെപ്റ്റോട്ടീൻ ലേ, സൈഗോട്ടീൻ സി, ലേസി. ആദ്യത്തെ 1-2 ആ ഘട്ടങ്ങളുടെ പേര് നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള ഒരു കോഡാണ് ലേസി എന്നുള്ളത്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ പ്രോഫേസ് 1-ലെ 2 പ്രധാനപ്പെട്ട സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മളിവിടെ കണ്ടത്. ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് നോക്കാം. ഈ അടുത്ത സ്റ്റേജിൽ എന്താണ് സംഭവിക്കുക? എന്താണ് ഈ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്? മൂന്നാമത്തെ സ്റ്റേജിനെയാണ് നമ്മൾ പാക്കിറ്റീൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സൈഗോട്ടീൻ സ്റ്റേജ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മുടെ പാക്കിറ്റീൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പാക്കിറ്റീൻ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? പാക്കിറ്റീൻ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് അവിടെ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. ക്രോമോസോംസിന്റെ ഉടനീളം ഈ പറയുന്ന ഒരു അറ്റാച്ച്മെന്റ് തുടങ്ങുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് പാക്കിറ്റീൻ എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ സൈഗോട്ടീൻ സ്റ്റേജിൽ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അതേസമയം നമ്മുടെ പാക്കിറ്റീൻ സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ആ സിനാപ്റ്റോനീമൽ കോംപ്ലക്സിന്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ആകുന്നു. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് അതിനെയാണ് SNC എന്ന് പറയുന്നത്. അതിന്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ആകുകയും നമ്മുടെ ഈ പറയുന്ന ഒരു ഹോമോലോഗസ് ക്രോമസോംസ് അതിന്റെ ലെങ്ത്തിന് അനുസരിച്ച് അവർ വന്ന് അറ്റാച്ച്ഡ് ആയിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പാക്കിറ്റീൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പാക്കിറ്റീൻ സ്റ്റേജ് വാസ്തവത്തിൽ ഒരുപാട് നാൾ നിൽക്കും, നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയത്തേക്ക് നിൽക്കും. അപ്പോൾ ഈ പാക്കിറ്റീൻ സ്റ്റേജിന് ശേഷമാണ് ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് വാസ്തവത്തിൽ എന്ത് സംഭവിക്കുന്നത്? അത് ഡിസ്അസംബിൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുവരെ ഈ പാക്കിറ്റീൻ സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പാക്കിറ്റീൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. നാലാമത്തെ സ്റ്റേജിനെയാണ് നമ്മൾ ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഡിപ്ലോട്ടീൻ. എന്താണ് ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്ന് പറയുന്നത്? ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഡിസ്അസംബിൾ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഡിസ്അസംബിൾ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ് നമ്മുടെ ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളുക. പാക്കിറ്റീൻ സ്റ്റേജിൽ നമ്മുടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്തു. നമ്മുടെ ക്രോമസോംസ് ഏകദേശം ഫുൾ പെയർ ആയിട്ടല്ല, ഫുൾ ലെങ്തോ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? അവിടെ പെയർ ചെയ്ത് നടക്കുകയാണ്. നമ്മുടെ ഈ പറഞ്ഞ ജനറ്റിക് റീകോമ്പിനേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതേസമയം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പാക്കിറ്റീൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഏത് സ്റ്റേജിലേക്കാണ് പോകുന്നത്? നമ്മുടെ ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഡിസ്അസംബിൾ ചെയ്ത് പോവുകയാണ്. കാരണം നമ്മുടെ ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു എക്സ്ചേഞ്ച് ഒക്കെ വാസ്തവത്തിൽ കഴിഞ്ഞു. ഇനി അത് ഡിസ്അസംബിൾ ചെയ്താണ് പോകേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഈ പറയുന്ന ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ അതിനുശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേജാണ് ഡയാകൈനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയാകൈനസിസ് എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഡിസ്അസംബിൾ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ എന്ത് സംഭവിക്കുന്നത്? ഡയാകൈനസിസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് സംഭവിക്കുന്നത്. അപ്പോൾ 5ാമത്തെ സ്റ്റേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡയാകൈനസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മുടെ 5ാമത്തെ സ്റ്റേജ്. അപ്പോൾ ഈ 5ാമത്തെ സ്റ്റേജിൽ ഡയാകൈനസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് അവിടെ പൂർണ്ണമായും ഡിസ്അസംബിൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഡിസ്അസംബിൾ ചെയ്തതിനു ശേഷം ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സിന്റെ ഭാഗമായി തന്നെ, അത് ഫോം ചെയ്തതിന്റെ ഒരു ഭാഗമായി തന്നെ ക്രോസിംഗ് ഓവർ ഒക്കെ നടക്കുന്ന കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ക്രോസിംഗ് ഓവറിന്റെ ഫലമായിട്ട് അവിടെ വേറൊരു സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുകയാണ്, കയാസ്മേറ്റ എന്നുള്ളത്. അപ്പോൾ ഈ കയാസ്മേറ്റ എന്ന് പറയുന്ന ഈ ഒരു ജനറ്റിക് റീകോമ്പിനേഷന് വേണ്ടി ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഈ കയാസ്മേറ്റ എന്ന് പറയുന്നത്.
അപ്പൊ ഈ കയാസ്മേറ്റ വാസ്തവത്തിൽ ഈ ഡയാകൈനസിസ് എന്ന് പറയുന്ന സ്റ്റേജിൽ നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കുക, നമുക്ക് അതിന്റെ പടം ഒന്ന് നോക്കാം. പടം ഇങ്ങനെയാണ്. ദേ നമ്മുടെ ക്രോമോസോം ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് മെറ്റാണല്ലോ പെറ്റാണല്ലോ, നിങ്ങൾക്ക് ആരായിട്ട് വേണമെങ്കിലും എടുക്കാം. ഇവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത ആൾ ദേ ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട്. അടുത്ത ആശാൻ ഇവിടെ നിപ്പുണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഇവിടെ ഒരു കയാസ്മേറ്റ ഓൾറെഡി ഫോം ചെയ്തിരിക്കുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ കയാസ്മേറ്റ എന്ന് വിളിക്കുന്നത്. കയാസ്മേറ്റ. അപ്പൊ ഇതിനെ കയാസ്മ എന്ന് വിളിക്കാറുണ്ട്, കയാസ്മേറ്റ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഈ കയാസ്മേറ്റ? കയാസ്മേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ള ഈ ഒരു ജോയിനിങ് പോയിന്റിനെയാണ് നമ്മൾ കയാസ്മേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഇതിന്റെ ഇടയിൽ നിലനിന്നിരുന്ന സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് പോയി. പക്ഷെ ഇപ്പോഴും കയാസ്മേറ്റ പെർസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് കയാസ്മേറ്റ ഡയാകൈനസിസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ പോലും പെർസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്തിനായിരിക്കാം ആ ഒരു പ്രധാനപ്പെട്ട ഒരു കണക്ഷൻ അവിടെ നിലനിൽക്കുന്നത്? അപ്പോൾ ഡയാകൈനസിസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? കയാസ്മേറ്റ പെർസിസ്റ്റ് ചെയ്യുന്നു. കയാസ്മേറ്റ സ്റ്റിൽ പെർസിസ്റ്റ്. കയാസ്മേറ്റ സ്റ്റിൽ പെർസിസ്റ്റ്. വാട്ട് മേ ബി ദ റീസൺ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ആനാഫേസ് അല്ലെങ്കിൽ നമ്മുടെ മിയോസിസ് 1-ലെ ആനാഫേസിൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സെപ്പറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? മെറ്റാണൽ ക്രോമോസോം ഒരു വശത്തേക്കും പെറ്റാണൽ ക്രോമോസോം വേറൊരു വശത്തേക്കും പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മൈറ്റോസിസ് ആണ് എങ്കിൽ ഇതിൽ ഒരുത്തൻ താഴെ വന്നിരുന്നേനെ. പക്ഷെ ഇവിടെ ഇത് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയാസ്മേറ്റ എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ നമ്മുടെ ഡയാകൈനസിസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ പോലും നിലനിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡയാകൈനസിന് ശേഷം ഈ കയാസ്മേറ്റ അങ്ങ് ഇല്ലാതാവുകയാണ്. ഇവര് തമ്മിലുള്ള ഈ ഒരു ക്രോസിംഗ് ഓവർ ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് ഇല്ലാതാവുകയാണെന്ന് ഇരിക്കട്ടെ. ഇവര് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഇപ്പോൾ ഇല്ല, കയാസ്മേറ്റ എന്ന് പറയുന്ന സാധനവും ഇപ്പോൾ ഇല്ല. രണ്ടാളും വേറെ ഏതെങ്കിലും ദിശയിലേക്ക് പോകും. ഈ ഒരു അലൈൻമെന്റ് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഈ മെറ്റാണലിനെയും പെറ്റാണലിനെയും ഓരോ വശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതിനെ ആ അലൈൻമെന്റിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രോഫേസ് എന്ന് പറയുന്ന ഈ 5 ഘട്ടങ്ങൾ കഴിയുമ്പോൾ പോലും കയാസ്മേറ്റ ഇസ് സ്റ്റിൽ പെർസിസ്റ്റിംഗ് എന്നുള്ളത്. അപ്പൊ നിങ്ങളിത് പ്രധാനമായിട്ടും അറിയുക. അപ്പൊ നമ്മുടെ ആ പ്രധാനപ്പെട്ട 5 സ്റ്റേജുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ മിയോസിസുമായി ബന്ധപ്പെട്ട്. ഒന്ന് ലെപ്റ്റോട്ടീൻ സ്റ്റേജ്, DNA കണ്ടൻസ്ഡ് ആകുന്നു, പെയറിംഗ് സംഭവിക്കുന്നു, റീകോമ്പിനേഷൻ തുടങ്ങി കഴിഞ്ഞു. 2 സൈഗോട്ടീൻ സ്റ്റേജ്, ഇവിടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിലുള്ള കണക്ഷൻ ആണ്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലുള്ളതല്ല. ഇത് ട്രാൻസ്വേഴ്സ് ഫിലമെന്റ്സ് എന്ന് പറയുന്ന ചില ആശാന്മാരാണ് ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയും. നമ്മുടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോഴും നമ്മുടെ ഇവിടെ റീകോമ്പിനേഷൻ നടക്കുകയാണ്. റീകോമ്പിനേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ക്രോസിംഗ് ഓവർ ചെയ്ത് അവിടെ റീകോമ്പിനേഷൻ നടന്നുകൊണ്ടിരിക്കുക. അടുത്ത സ്റ്റേജ് പാക്കറ്റിൻ സ്റ്റേജ്. പാക്കറ്റിൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഇവിടെ ഫോം ചെയ്ത് കംപ്ലീറ്റ് ആകുന്ന ഒരു സ്റ്റേജ് തന്നെയാണ്. അപ്പൊ നേരത്തെ നമ്മുടെ സൈഗോട്ടിൻ സ്റ്റേജിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് സ്റ്റാർട്ട്സ് ടു ഫോം. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ, അപ്പോഴും റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ പാക്കറ്റിൻ സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഏകദേശം പൂർണ്ണമായി ഫോം ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ക്രോമോസോംസ് ഏകദേശം അതിന്റെ ഫുൾ ലെങ്ത്തിൽ പെയർ ചെയ്ത് കിടക്കുകയാണ്. നേരത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളിലേ ഉള്ളായിരുന്നു എങ്കിൽ ഇപ്പോൾ ഫുൾ ലെങ്ത്തിൽ പെയർഡായിട്ട് കിടക്കുകയാണ്. അവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു? ജനറ്റിക് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നുണ്ട്. അടുത്തത് 4 ഡിപ്ലോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ എന്ത് സംഭവിക്കുന്നത്? സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ മെഷീനറി അവിടെ ഡിസ്അസംബിൾ ചെയ്യുകയാണ്. കാരണം ഇനി അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താ? അടുത്ത മെറ്റാഫേസ് ആനാഫേസിലൊക്കെ പോകുമ്പോഴത്തേക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി സിനാപ്റ്റോനീമൽ കോംപ്ലക്സിന്റെ ആവശ്യമില്ല. പക്ഷേ വേറൊരാളുടെ ആവശ്യമുണ്ട്. ആ കയാസ്മേറ്റ എന്ന് പറയുന്ന ആ ഒരു ജോയിനിങ്, ആ ഒരു ജംഗ്ഷൻ അതിനെ വീണ്ടും നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അത് എവിടെയാണ് നിലനിർത്തുന്നത്? നമ്മുടെ ഡയാകൈനസിസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ കയാസ്മേറ്റ എന്ന് പറയുന്നത് അവിടെ പെർസിസ്റ്റ് ചെയ്ത് കാണുകയാണ്. എന്തുകൊണ്ട് പെർസിസ്റ്റ് ചെയ്യുന്നു?
ഞാൻ പറഞ്ഞു ഈ രണ്ടുപേരുടെ അലൈൻമെന്റ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ആയിരിക്കും, എന്നാലേ ഈ രണ്ടുപേരെ ഇരുവശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് മിയോസിസിൽ നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. നമ്മൾ വളരെ വിശാലമായിട്ട് എന്നാൽ ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങൾ പോകണ്ട കേട്ടോ. വളരെ ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ കയാസ്മേറ്റ ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മിയോസിസ് 1-ൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ് എന്നൊക്കെ പറയുന്നതെല്ലാം ഏകദേശം നമ്മുടെ മൈറ്റോസിസുമായിട്ട് സാമ്യമുള്ളത് തന്നെയാണ്. ആകെപ്പാടൊരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രോഫേസിൽ ഈ ഒരു 5 ഘട്ടങ്ങൾ വരുന്നുണ്ട്. മിയോസിസ് 1-ൽ, സെക്കൻഡിൽ ഇല്ല, അതുമില്ല. മിയോസിസ് 1-ൽ എന്തുകൊണ്ട് ഈ 5 ഘട്ടങ്ങൾ വരുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ഈ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് ഈ 5 ഘട്ടങ്ങൾ അവിടെ വരുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മുടെ മമേലിയൻ ഊസൈറ്റിൽ, മമേലിയൻ ഊസൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മമേലിയൻ ഊസൈറ്റിൽ നമ്മുടെ മിയോട്ടിക് ഫേസിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ മമേലിയൻ ഫേസിൽ അല്ലെങ്കിൽ മമേലിയൻ ഊസൈറ്റിൽ നമ്മുടെ മിയോട്ടിക് ഫേസിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതായത് മമേലിയൻ ഊസൈറ്റിൽ മിയോട്ടിക് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. മിയോട്ടിക് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ മമേലിയൻ ഊസൈറ്റിൽ നടക്കുന്നുണ്ട്. മിയോട്ടിക് അറസ്റ്റ് എന്ന് പറയും. ഇത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. മിയോട്ടിക് അറസ്റ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ് എന്നുള്ളത്. മിയോട്ടിക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഓവറിക്കകത്തെ ഊസൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ ഊസൈറ്റ് ഡിവൈഡ് ചെയ്യുകയും ഇതിന്റെ ഫസ്റ്റ് അറസ്റ്റിംഗ് ഫേസിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഏതാണ് ഇവിടുത്തെ ഫസ്റ്റ് അറസ്റ്റിംഗ് ഫേസ്? നമുക്കൊന്ന് നോക്കാം. ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ഈ കുട്ടിയുടെ ആ ഫസ്റ്റ് അറസ്റ്റിംഗ് ഫേസ് എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ ഫസ്റ്റ് അറസ്റ്റിംഗ് ഫേസ് ആണ് നമ്മുടെ മിയോസിസ് 1-ൽ ഡിപ്ലോട്ടീൻ ഫേസിൽ ഇത് അറസ്റ്റ് ആകും. മിയോസിസ് 1-ൽ ഡിപ്ലോട്ടീൻ ഫേസിൽ ഇത് അറസ്റ്റ് ആകും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മമേലിയൻ ഊസൈറ്റിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയുടെ ഓവറിക്കകത്തെ ഊസൈറ്റ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമ്മുടെ മിയോസിസ് 1 എന്ന് പറയുന്ന ഫേസിലെ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ അല്ലെങ്കിൽ പ്രോ ഫേസിലെ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു? അറസ്റ്റ് സംഭവിക്കുക. ഈ അറസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇനാക്റ്റീവ് സെൽ ഡിവിഷൻ, ഇപ്പൊ സെൽ ഡിവിഷൻ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് പിന്നീട് എപ്പോഴാണ് റെസ്യൂം ചെയ്യുന്നതെന്ന് അറിയാമോ? ഇത് റെസ്യൂം ചെയ്യുന്നത് പ്യൂബർട്ടിയിലാണ്. പ്യൂബർട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഓവുലേഷൻ സംഭവിക്കുന്നു. ഓവുലേഷന് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ് എന്ന വസ്തുത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചു. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ് പ്യൂബർട്ടി സമയത്ത് പെൺകുട്ടികൾക്ക് ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഈ ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ അളവ് കൂടുകയും അതിന്റെ ഇഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് മാറുകയാണ്. ഈ അറസ്റ്റ് എന്ന് പറയുന്നത് മാറി നമ്മുടെ മിയോസിസ് 1 കണ്ടിന്യൂ ചെയ്യുകയും അത് നമ്മുടെ മിയോസിസ് 2-ലെ നമ്മുടെ മെറ്റാഫേസ് വരെ എത്തുകയും ചെയ്യും. അപ്പൊ മിയോസിസ് 2-ലെ മെറ്റാഫേസ് വരെ ഇപ്പോ എത്തിയിരിക്കുകയാണ്. അവിടെ അടുത്ത അറസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, 2 പ്രധാനപ്പെട്ട അറസ്റ്റുകളാണ് നമ്മുടെ ഊസൈറ്റിൽ നടക്കുന്നത്. എന്താണ്? ഒന്ന്, മിയോസിസ് 1-ലെ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ ഒരു അറസ്റ്റ് നടക്കുന്നു. ഇത് വർഷങ്ങളായിട്ട് ഈ അറസ്റ്റ് തന്നെയായിരിക്കും കാണുന്നത്. ഒന്ന് ആലോചിച്ച്, ഒരു കുട്ടി ജനിച്ചതിന് ശേഷം തൊട്ട് ഇത് അറസ്റ്റഡ് ആയിട്ട് കാണുകയാണ്. ഇത് പിന്നെ പ്യൂബർട്ടി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഒരു അളവ് കൂടുകയും അതിന്റെ ഫലമായിട്ട് ഈ മിയോസിസ് 1 കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഇത് കണ്ടിന്യൂ ചെയ്ത് എവിടം വരെ എത്തും? അടുത്ത മിയോസിസ് സ്റ്റേജിൽ അതിന്റെ മെറ്റാഫേസ് വരെ
ഇവൻ എത്തും. വീണ്ടും മെറ്റാഫേസിൽ അടുത്ത ഹോൾട്ട് സംഭവിക്കുന്നു. ഈ ഹോൾട്ട് ഇനി മാറണമെങ്കിൽ അവിടെ സ്പേമുമായിട്ടുള്ള ഫെർട്ടിലൈസേഷൻ നടക്കണം. അപ്പോൾ 2 പ്രധാനപ്പെട്ട സ്റ്റേജസ് ആണ് ഇവിടെ, അല്ലെങ്കിൽ അറസ്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ മമേലിയൻ oocyteൽ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അറസ്റ്റ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയുക. 1 മിയോസിസ് 1ലെ ഡിപ്ലോട്ടീൻ സ്റ്റേജിലും 2 മിയോസിസ് 2ലെ മെറ്റാഫേസിലും. ഇത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ oocyteകൾ മിയോസിസ് 1ലെ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ അറസ്റ്റഡ് ആണ്. അത് പ്യൂബേർട്ടി വരെ ആ അറസ്റ്റ് ഉണ്ടാകും. പ്യൂബേർട്ടി എന്ന് പറയുന്ന ഒരു ഏജ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഒരു എമൗണ്ട് കൂടുകയും അവിടെ ഓവുലേഷൻ സംഭവിക്കുകയും ഈ ഓവം എന്ന് പറയുന്ന ഈ സെല്ലില് ഈ ഫസ്റ്റ് അറസ്റ്റിനെ തരണം ചെയ്ത് അത് വീണ്ടും മിയോസിസ് പ്രോസസ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതും അധികകാലം നിൽക്കില്ല. ഇത് മിയോസിസ് 2 എന്ന് പറയുന്ന 2ാമത്തെ റൗണ്ടിലെ മെറ്റാഫേസ് എന്ന് പറയുന്നതിൽ വീണ്ടും അറസ്റ്റ് ആകുന്നു. ആ സ്റ്റേജിൽ വന്ന് വീണ്ടും നിൽക്കുക. ഇനി അതൊരു സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്താൽ മാത്രമേ, ഒരു ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ, അവിടെ ഇതിന്റെ കണ്ടിന്യൂഷൻ നടന്ന് നമ്മുടെ മിയോസിസ് എന്ന് പറയുന്നത് 2ാമത്തെ റൗണ്ടും പൂർത്തീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മമേലിയൻ oocyteമായി ബന്ധപ്പെട്ട് നമ്മുടെ മിയോസിസിൽ പഠിക്കാം. അപ്പോൾ മിയോസിസിന്റെ ആ പ്രധാനപ്പെട്ട പ്രോഫേസിലെ 5 ഘട്ടങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. പക്ഷെ ഈ മമേലിയൻ oocyteലെ ഈ അറസ്റ്റുകൾ, അതും നിങ്ങൾ ഈ 2 പ്രധാനപ്പെട്ട അറസ്റ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളുക. ഈ 2 പ്രധാനപ്പെട്ട അറസ്റ്റ്, 1ാമത്തെ അറസ്റ്റ് ഡിപ്ലോട്ടീൻ സ്റ്റേജ്, അത് മിയോസിസ് 1 എന്ന് പറയേണ്ട കാര്യമില്ല. അത് മിയോസിസ് 1ലെ ഉള്ളൂ ഡിപ്ലോട്ടീൻ സ്റ്റേജ്, മിയോസിസ് 2ൽ ഇല്ല. അടുത്തത് 2ാമത്തെ അറസ്റ്റ് ഏതാണ്? മിയോസിസ് 2ലെ മെറ്റാഫേസിലാണ് 2ാമത്തെ അറസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ 2 പ്രധാനപ്പെട്ട അറസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മിയോസിസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിംഗ് സ്റ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്ന സംഗതികളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എങ്ങനെ നമ്മുടെ ഈ മിയോസിസ് 1ൽ ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ക്രോമാറ്റിഡ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നില്ല? എൻ്റെ അടുത്ത ചോദ്യം അതാണ്. നമുക്കറിയാം, ഞാനിവിടെ അതിനെ പടം വരയ്ക്കാൻ പോവുകയാണ്. വീണ്ടും നമ്മൾ പടം വരയ്ക്കാൻ പോവുകയാണ്. ഇതാ മെറ്റേണൽ ക്രോമോസോമോ പെറ്റേണൽ, നിങ്ങൾക്ക് എന്ത് വേണം എടുക്കാൻ കേട്ടോ. മെറ്റേണലെന്നോ പെറ്റേണലോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനെ എടുക്കാം. ഇത് ഇങ്ങനെ കിടക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഇപ്പോൾ ക്രോസിംഗ് ഓവറൊക്കെ നടന്നിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഞാനത് വീണ്ടും അതിൻ്റെ കളർ വീണ്ടും മാറ്റുന്നില്ല. ക്രോസിംഗ് ഓവർ നടന്നു എന്നിരിക്കട്ടെ. അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ വരണ്ട. ഇവിടെ ക്രോസിംഗ് ഓവർ നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇനി ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മിയോസിസ് 1ൽ മെറ്റേണൽ ഒരു വശത്തേക്കും പെറ്റേണൽ മറുവശത്തേക്കും പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ആനാഫേസ് എന്ന് പറയുന്ന ഘട്ടത്തിൽ. എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഡിവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് ഇവിടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല? വൈ ദിസ് ഹോമോലോഗസ് ക്രോമോസോംസ് ആർ സ്പ്ലിറ്റിംഗ്? ഇവന്മാർ 2 പേരും 2 ദിശയിലേക്ക് പോകുന്നതല്ലാതെ നമ്മുടെ സാധാരണ മൈറ്റോസിസിൽ നടക്കുന്നത് പോലെ ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നമുക്കറിയാം നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ പിടിച്ചു വെക്കുന്ന ഒരു മോളിക്യൂൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ മോളിക്യൂളിന്റെ പേരറിയാമല്ലോ, കൊഹസിൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മോളിക്യൂളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കൊഹസിൻ വാസ്തവത്തിൽ ഈ മിയോസിസ് 1ൽ കൊഹസിൻ എന്ന് പറയുന്നത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ ഇടയിലുള്ള കൊഹസിൻ എന്ന് പറയുന്നത് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ സെൻട്രോമിയർ ഭാഗത്തെ കൊഹസിന് മാത്രം അവിടെ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. ആ സെൻട്രോമിയർ ഭാഗത്തെ കൊഹസിനെ നിലനിർത്തുന്നത് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ട് ഓഫ് മിയോസിസിൽ എന്ത് സംഭവിക്കുന്നത്? ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സ്പ്ലിറ്റ് ചെയ്യാത്തത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, ഫസ്റ്റ് റൗണ്ട് ഓഫ് മിയോസിസിൽ ഹോമോലോഗസ് ക്രോമോസോംസ് ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ട് ഓഫ് മിയോസിസിലാണ് നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല? കൊഹസിൻ മോളിക്യൂൾ ആണ് അതിന്റെ കാരണം. ഈവൻ ദോ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ മറ്റു ഭാഗങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റിൽ കൊഹസിൻ അവിടെ ഇല്ലാതാവുന്നു എങ്കിൽ പോലും
സെൻട്രോമിയർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ കൊഹസിൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവനെ മാത്രം നമ്മുടെ സെപ്പറേസ് എന്ന് പറയുന്ന എൻസൈമിന് തൊടാൻ കഴിയുന്നില്ല. നമുക്കറിയാം കൊഹസിൻ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആളാരാണ്? സെപ്പറേസ് എൻസൈമാണ്. നമ്മളൊക്കെ വിശദമായിട്ട് കണ്ടതാണ്. ഇവനെ മാത്രം നമ്മുടെ കൊഹസിൻ മോളിക്യൂൾ, സെപ്പറേസ് മോളിക്യൂൾസിന് തൊടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇതിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മോളിക്യൂളിന്റെ പേര് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു വച്ചിരിക്കുക. ഈ മോളിക്യൂളിന്റെ പേരാണ് ഷുഗോഷിൻ. എന്താണ് ഷുഗോഷിൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു കൈനറ്റോകോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മോളിക്യൂളാണ്. നമ്മുടെ കൈനറ്റോകോർ എന്ന് പറയുന്ന സെൻട്രോമിയർ ഭാഗത്ത് കാണുന്ന ഒരു പ്രോട്ടീനാണ് നമ്മുടെ ഷുഗോഷിൻ എന്ന് പറയുന്ന ഒരു ആൾ. ഷുഗോഷിൻ എന്ത് ചെയ്യുന്നു? ഷുഗോഷിൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ സെൻട്രോമിയർ ഭാഗത്തെ കൊഹസിൻ മോളിക്യൂൾസിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. സെപ്പറേസിന്റെ പിടിയിൽ നിന്നും നമ്മുടെ കൊഹസിൻ മോളിക്യൂൾസിനെ സഹായിക്കുന്ന ഒരു ആളാണ് നമ്മുടെ ഷുഗോഷിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഷുഗോഷിൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കൊഹസിനിൽ കാണുന്ന ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ ഷുഗോഷിൻ ഇല്ലാതാക്കി കളയും. അപ്പോൾ നമ്മുടെ കൊഹസിൻ എന്ന് പറയുന്ന ആൾക്ക് ഫോസ്ഫോറിലേറ്റഡ് ഗ്രൂപ്പുകൾ ഉണ്ട് എങ്കിൽ മാത്രമേ സെപ്പറേസിന് അതിനെ ഡീഗ്രേഡ് ചെയ്ത് കളയാൻ പറ്റും. ഈ ഫോസ്ഫോറിലേറ്റഡ് ഗ്രൂപ്പുകളെയാണ് അതിന്റെ സഹായത്തോടു കൂടിയാണ് സെപ്പറേസ് എന്ന് പറയുന്ന ആശാൻ നമ്മുടെ കൊഹസിൻ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്ത് കളയുന്നത്. അപ്പൊ നമ്മുടെ ഷുഗോഷിൻ എന്ന് പറയുന്ന ആൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ സെൻട്രോമിയർ ഭാഗത്തിരിക്കുന്ന കൊഹസിന്റെ ഈ ഫോസ്ഫോറിലേറ്റഡ് ഭാഗത്തെ റിമൂവ് ചെയ്ത് കളയും. അപ്പൊ നമ്മുടെ ഷുഗോഷിന്റെ പ്രധാന ദൗത്യം എന്താണ്? സെൻട്രോമിയർ ഭാഗത്തിരിക്കുന്ന നമ്മുടെ കൊഹസിൻ മോളിക്യൂൾസിന്റെ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ അത് സ്പ്ലിറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ അതിനെ ഡീഗ്രേഡ് ചെയ്ത് കളയും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ബാക്കിയുള്ള കൊഹസിൻ മോളിക്യൂൾസ് എല്ലാം, ഈ ഭാഗത്ത് കാണുന്ന കൊഹസിൻ മോളിക്യൂൾസ് എല്ലാം ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമുണ്ട്. സെപ്പറേസ് വന്ന് അതിനെ ക്ലീവ് ചെയ്യും. അതേസമയം സെൻട്രോമിയർ ഭാഗത്ത് കാണുന്ന കൊഹസിൻ മോളിക്യൂൾസിൽ മാത്രം ഈ ഷുഗോഷിൻ എന്ന് പറയുന്ന ആള് നേരെ അവിടെ വന്ന് അവിടുത്തെ ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ മാത്രം ക്ലീവ് ചെയ്ത് കളയും. അത് കാരണം സെപ്പറേസ് ഈ ടാഗ് നോക്കിയാണ് വരുന്നത്. ഫോസ്ഫോറിലേറ്റഡ് ഗ്രൂപ്പിന്റെ ടാഗ് നോക്കിയാണ് വരുന്നത്. ഈ ടാഗ് അവിടെ ഇല്ല എങ്കിൽ സെൻട്രോമിയർ ഭാഗത്തെ കൊഹസിനെ ഒന്നും ചെയ്യാൻ നമ്മുടെ സെപ്പറേസിന് കഴിയില്ല. അപ്പൊ എങ്ങനെ നമ്മുടെ മിയോസിസ് 1-ൽ നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇൻടാക്ട് ആയിട്ട് ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ ഇമ്പോർട്ടന്റ് മോളിക്യൂൾ കോൾഡ് ഷുഗോഷിൻ. ഷുഗോഷിന്റെ പരിപാടി കൊഹസിൻ മോളിക്യൂൾസിലെ ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. ആ ഫോസ്ഫോറിലേറ്റഡ് ഗ്രൂപ്പുകൾ ഇല്ല എങ്കിൽ സെപ്പറേസ് എന്ന് പറയുന്ന ആൾക്ക് നമ്മുടെ കൊഹസിൻ മോളിക്യൂൾസിൽ ഒരു സ്പ്ലിറ്റിംഗ് ക്ലീവേജ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ മോളിക്യൂളിന്റെ പ്രസൻസ് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ട് ഓഫ് മിയോസിസിൽ നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സ്പ്ലിറ്റ് ചെയ്യാത്തത്. ഫസ്റ്റ് റൗണ്ട് ഓഫ് മിയോസിസിൽ ആരാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമോസോംസ് ആണ് ഫസ്റ്റ് റൗണ്ട് ഓഫ് മിയോസിസിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, നമ്മുടെ മിയോസിസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില സംഗതികളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിയോസിസിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഓരോ ഘട്ടങ്ങളും നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നതിന് പകരം എന്താണ് ഈ ഓരോ ഘട്ടങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് ഇത്തരം പ്രധാനപ്പെട്ട പോയിന്റുകൾ, പേരുകൾ, മോളിക്യൂളുകൾ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഷുഗോഷിൻ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ സെൻട്രോമിയർ കൊഹസിനെ സേവ് ചെയ്യുന്ന ആളാണ് ഷുഗോഷിൻ എന്ന് പറയുന്ന മോളിക്യൂൾ. ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ക്രോമോസോംസ് സ്പ്ലിറ്റ് ചെയ്ത് ആനാഫേസിൽ ഇരുവശങ്ങളിലേക്കും പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാനിവിടെ ഒരു കണ്ടീഷൻ പറയുക. നമ്മുടെ ക്രോമോസോംസ് ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മുടെ ക്രോമോസോംസ് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് മിയോസിസ് 1-ൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. അടുത്ത ക്രോമോസോംസ് ഇവിടെ കിടപ്പുണ്ട്, ഇങ്ങനെ കിടപ്പുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം.
നമുക്കറിയാം നമ്മുടെ ആനാഫേസിൽ ഇവന്മാര് രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന് ഉള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങാനും ഈ രണ്ട് ക്രോമോസോംസും ഒരേ ദിശയിലേക്ക് തന്നെ പോയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അങ്ങനെയുള്ള കണ്ടീഷൻസും സെല്ലിൽ സംഭവിക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഹോമോലോഗസ് ക്രോമോസോംസ് ഇരുവശത്തേക്കും പോകേണ്ടുന്ന ആളുകൾ ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വശത്തേക്ക് പോകാം. അതിനെയാണ് നമ്മൾ നോൺ ഡിസ്ജങ്ഷൻ എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഞാൻ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ നോൺ ഡിസ്ജങ്ഷൻ എന്ന് വിളിക്കുന്നത്. നോൺ ഡിസ്ജങ്ഷൻ. അപ്പോൾ വാട്ട് ഈസ് നോൺ ഡിസ്ജങ്ഷൻ? ഇറ്റ് ഈസ് ദ ഇംപ്രോപ്പർ സെഗ്രിഗേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. അപ്പൊ നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇംപ്രോപ്പർ സെഗ്രിഗേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസും ആകാം. ഇനി ഇതിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടെണ്ണം കൂടെ ഒരു വശത്തേക്ക് പോയാലും അതും നോൺ ഡിസ്ജങ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് മാത്രം പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ട് ഓഫ് മിയോസിസിൽ ഇവന്മാരുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണല്ലോ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് രണ്ടും ഒരൊറ്റ വശത്തേക്ക് തന്നെ പോയി കഴിഞ്ഞാലോ അതിനെ നമ്മൾ നോൺ ഡിസ്ജങ്ഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഹോമോലോഗസ് ക്രോമോസോംസിന്റെയോ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെയോ ഒക്കെ ഈ ഒരു സെഗ്രിഗേഷൻ, ആനാഫേസിൽ നടക്കുന്ന ഈ ഒരു സെഗ്രിഗേഷൻ പ്രോപ്പർ അല്ല എങ്കിൽ ഇരുവശങ്ങളിലേക്കും പോകേണ്ടുന്ന ഈ പറയുന്ന ആളുകൾ ഒരു വശത്തേക്ക് മാത്രമാണ് പോകുന്നത് എങ്കിൽ അതിനെയാണ് നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോൺ ഡിസ്ജങ്ഷന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കാം? നോൺ ഡിസ്ജങ്ഷന്റെ ഫലമായിട്ട് അവിടെ അന്യൂപ്ലോയിഡി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകും. അന്യൂപ്ലോയിഡി നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അതായത് ഇംപ്രോപ്പർ നമ്പർ ഓഫ് യുവർ ക്രോമോസോംസ്. അതായത് നമ്മുടെ ഒരു 46 എന്ന് പറയുന്ന ഒരു നമ്പർ ഇപ്പോൾ ഇവിടെ എണ്ണം മാറിപ്പോയിരിക്കുക, അല്ലെ? ഒരു സെല്ലിൽ ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യേണ്ട സമയത്ത് വാസ്തവത്തിൽ രണ്ടെണ്ണം കൂടെ ഒരാളുടെ സൈഡിൽ കൂടെ ഒരു വശത്തേക്ക് തന്നെ പോയാൽ അതിനെയാണ് നമ്മൾ നോൺ ഡിസ്ജങ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ക്രോമോസോംസിന്റെ എണ്ണം മാറിപ്പോവുകയാണ്. ഓരോ സെല്ലിലും കിട്ടുന്ന ക്രോമോസോംസിന്റെ എണ്ണം വ്യത്യസ്തമാണ്. ഇതിനെയാണ് അന്യൂപ്ലോയിഡി എന്ന് വിളിക്കുന്നത്. അഥവാ ചേഞ്ച് ഇൻ യുവർ നമ്പർ ഓഫ് ക്രോമോസോംസ്. അപ്പൊ നോൺ ഡിസ്ജങ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇരുവശങ്ങളിലേക്ക് പോകേണ്ടുന്ന ഹോമോലോഗസ് ക്രോമോസോംസ് ആയിക്കോട്ടെ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയിക്കോട്ടെ, ഇവന്മാർ എങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്? ഇവന്മാരിപ്പോ പോകുന്നത് നമ്മുടെ ഒരു വശത്തേക്ക് മാത്രം. അപ്പൊ ഒരാൾക്ക് രണ്ടുപേരെയും കിട്ടും, മറ്റൊരു സെല്ലിന് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതുമായിട്ട് സാമ്യമുള്ള മറ്റൊരു വാക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു വച്ചിരിക്കുക. ഇതിനെയാണ് നമ്മൾ ആനാഫേസ് ലാഗ് എന്ന് വിളിക്കുന്നത്. ആനാഫേസ് ലാഗ് എന്ന് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് നോൺ ഡിസ്ജങ്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ആനാഫേസ് ലാഗ്. എന്താണ് ആനാഫേസ് ലാഗ്? നമുക്ക് നോക്കാം. നമ്മുടെ ക്രോമോസോംസ് ഇവിടെ ഉണ്ട്. ക്രോമോസോംസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത ക്രോമോസോംസ് ഇവിടെ ഉണ്ട്. അടുത്ത ക്രോമോസോംസ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കോണേ, ഇത് ഇരുവശത്തേക്കും പോവുകയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? ഇനി നോക്കിക്കോണേ, ഈ ആളും ഒരു വശത്തേക്ക് പോവുകയാണ്. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഏതെങ്കിലും ഒരാൾ മാത്രം സ്ലോയിലായിരിക്കും പോകുന്നത്. സ്ലോയിലായിരിക്കും ഒരു വശത്തേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഫലം എന്താണ്? ഇവന്മാരിവിടെ എത്തി ന്യൂക്ലിയസ് ഫോർമേഷൻ ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും ആശാൻ നേരെ സൈറ്റോപ്ലാസത്തിൽ കിടക്കുന്നതേ ഉള്ളൂ. അതായത് എന്താണ്? ആനാഫേസിൽ ഈ ഒരു സ്പിൻഡിൽ ഫൈബറിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഈ ആള് ലാഗിങ് ആണ്. ഈ ആള് ഹി ഈസ് ലാഗിങ് അല്ലെങ്കിൽ ഹി ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പൊ ഇവന്മാര് ബാക്കിയുള്ള ആളുകളെല്ലാം ഇവിടെ എത്തി, അവന്മാർക്ക് ചുറ്റും ന്യൂക്ലിയസ് ഒക്കെ ഫോം ചെയ്തു, ഇതിന്റെ അകത്തെ ആളുകളൊക്കെ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഒരാൾ മാത്രം നമ്മുടെ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ കിടക്കുകയാണ്. അപ്പൊ നോക്കൂ, ഇവനെയും കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ആ സെല്ലിന് എന്താണ് കറക്റ്റ് നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇവൻ പുറകിലായിപ്പോയി. സ്പ്രിൻഡിൽ ഫൈബേഴ്സിന്റെ ഒരു ഇഷ്യൂസ് കൊണ്ട് ആശാൻ പുറകിലായിപ്പോയി. കൃത്യസമയത്ത് ആ ഇരു പോളുകളിലും എത്തിയില്ല. അതിനു മുമ്പേ ന്യൂക്ലിയോസോം അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയർ മെമ്പറൈൻ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ആശാൻ മാത്രം നമ്മുടെ സൈറ്റോപ്ലാസം നിൽക്കുകയാണ്, അതിനെ ഡീഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുക എന്താ? ഇതിന്റെ ഫലമായിട്ട് ഒരു സെല്ലിൽ കറക്റ്റ് ക്രോമോസോംസും മറ്റൊരു സെല്ലിൽ ഒരാളുടെ ഡെഫിഷ്യൻസിയും വരികയാണ്. അപ്പൊ വാസ്തവത്തിൽ ഇവിടെയും എന്താണ് നടക്കുന്നത്? ഇവിടെയും അന്യൂപ്ലോയിഡി തന്നെയാണ് നടക്കുന്നത്. ഇവിടെയും അന്യൂപ്ലോയിഡ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അന്യൂപ്ലോയിഡിയുടെ രണ്ട് പ്രധാനപ്പെട്ട റീസൺസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് നോൺ ഡിസ്ജങ്ഷനും, രണ്ട് നമ്മുടെ ആനാഫേസ് ലാഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ലാഗിങ് ഒന്നുമില്ല, ഇരുവശത്തേക്കും പോകേണ്ട ആളുകൾ ഒരു വശത്തേക്കാണ് പോയത്, അത്രേ ഉള്ളൂ.
ആനാഫേസ് ലാഗ് എന്ന് പറഞ്ഞാൽ വശങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോയത്. പക്ഷെ ഒരാൾ മാത്രം സ്വല്പം ഒന്ന് സ്ലോ ആയിപ്പോയി. അതിനു മുമ്പേ ബാക്കി ആശാന്മാരൊക്കെ അപ്പുറത്തെത്തുകയും അവിടെ ന്യൂക്ലിയസ് ഫോം ചെയ്യുകയും ചെയ്യും. ഇവൻ പയ്യെ കഷ്ടപ്പെട്ട് സ്പിൻഡിലൊക്കെ തൂങ്ങി വലിഞ്ഞ് അങ്ങ് എത്തുന്നതിന് മുമ്പ് അവിടെ എന്ത് സംഭവിച്ചു? നമ്മുടെ ന്യൂക്ലിയർ മെമ്പറൈൻ ഫോം ചെയ്യുന്നു. അവിടെ ആ ഒരു ഭാഗം ക്ലോസ്ഡ് ആയി പോയി. ഇവൻ വെളിയിലായി പോയി, സൈറ്റോപ്ലാസം തന്നെ നിൽക്കുകയാണ്. ഇവനെ ഡീഗ്രേഡ് ചെയ്ത് കളയും. അപ്പോഴും ആ സെല്ലിന്റെ പ്രശ്നം എന്താ? ഇവനെ ഉൾപ്പെടുത്തിയാൽ മാത്രമല്ലേ ആ നമ്പർ തികയുള്ളൂ. പക്ഷെ അതിവിടെ സംഭവിച്ചില്ല. അങ്ങനെ ഇവിടെ അന്യൂപ്ലോയിഡി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെയാണ് നമ്മൾ ആനാഫേസ് ലാഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോൺ ഡിസ്ജങ്ഷനും ആനാഫേസ് ലാഗും തമ്മിലുള്ള ആ പ്രധാനപ്പെട്ട വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മിയോസിസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നുള്ള ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ കണ്ടത്. ഈ അന്യൂപ്ലോയിഡി കാരണം, അന്യൂപ്ലോയിഡി എന്ന് പറയുമ്പോൾ അത് ഒരുപാടെണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. മോണോസോമി, ഡൈസോമി, ട്രൈസോമി, ടെട്രാസോമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോ മോണോസോമി എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോസോമി എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രോമോസോമിന്റെ ഒരു അഭാവം അവിടെ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും മോണോസോമി എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ മോണോസോമി, ട്രൈസോമി, ടെട്രാസോമി എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ക്രോമോസോമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ മോണോസോമി എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടേണേഴ്സ് സിൻഡ്രോം ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ടേണേഴ്സ് സിൻഡ്രോമിന്റെ ആ ഒരു റെപ്രസെന്റേഷൻ XO ആണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. O എന്ന് പറഞ്ഞാൽ there is no chromosome here. ഒരെണ്ണം അവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതിനെയാണ് മോണോസോമി എന്ന് വിളിക്കുന്നത്. അപ്പൊ മോണോസോമി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഡൈസോമി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം. ഈ പറയുന്ന ഡിപ്ലോയിഡ് ആയിട്ടുള്ള നേച്ചറിൽ കാണുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഡൈസോമി അല്ലെങ്കിൽ 2 ക്രോമോസോംസ് ഉള്ള ഒരു വാക്കായിട്ട് നമ്മൾ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി തന്നെയാണ്. ഇനി അടുത്ത ട്രൈസോമി നിങ്ങൾക്ക് അറിയാമല്ലോ. ട്രൈസോമി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു അസുഖമുണ്ട്. എന്തായിരിക്കും അത്? ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ക്രോമോസോം നമ്പർ ട്രൈസോമി ഓഫ് 21 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. 21st ക്രോമോസോമിൽ ട്രൈസോമി അല്ലെ 21ാമത്തെ പേരല്ല. അതൊരു 3 ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതും നമ്മുടെ അന്യൂപ്ലോയിഡിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ്. ഇതല്ലാതെ ഇനി ടെട്രാസോമി, പെന്റാസോമി ഒക്കെ ഉണ്ട്. നമുക്ക് അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ ട്രൈസോമിയിൽ തന്നെ നമുക്ക് നമ്മുടെ ക്ലീൻഫെൽറ്റർ സിൻഡ്രോം, XXY എന്ന് നമ്മൾ വിളിക്കുന്ന ക്ലീൻഫെൽറ്റേഴ്സ് സിൻഡ്രോം എന്നൊക്കെ വിളിക്കുന്ന XXY എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ അന്യൂപ്ലോയിഡിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ്. ഈ അന്യൂപ്ലോയിഡി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആനാഫേസ് ലാഗും അതോടൊപ്പം തന്നെ നമ്മുടെ നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ മിയോസിസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ലെവലിൽ മാത്രം നിങ്ങൾ മിയോസിസിനെ കണ്ടാൽ മതിയാകും. എന്തൊക്കെയാണ് ആ സ്റ്റേജിൽ നടക്കുന്നത്, ആ പ്രോഫേസിൽ മാത്രം, ആദ്യത്തെ റൗണ്ട് ഓഫ് മിയോസിസിലെ പ്രോഫേസിൽ മാത്രം കാണപ്പെടുന്ന 5 സ്റ്റേജുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഏരിയ, ഇതൊരു ചെറിയൊരു ഏരിയ ആണ്, എന്നാലും ഇത് ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.